ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇവിടെ നിന്നത്തെ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. പുട്ടാണ് രാവിലെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാമേ. ഞാൻ പുട്ടിന് പൊടിക്കുന്നത് അരിപ്പൊടി ആദ്യമേ മിക്സിയിലോട്ടിടും. പൊടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ നനച്ചെടുക്കാറില്ല കേട്ടോ, ഇങ്ങനെയാണ് എടുക്കുന്നത്. എനിക്ക് ഇങ്ങനെ എടുക്കുന്നതാണ് എളുപ്പം. പൊടി ഈ വെള്ളം ഒഴിച്ച് നനച്ചെടുക്കുന്നതൊക്കെ എളുപ്പം. ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതെങ്കിലും ഇന്ന് പുട്ടെടുത്തപ്പോഴത്തേക്ക് ഒന്നുകൂടെ കാണിക്കുവാണേ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട്, പിന്നെ ചോറ്. ഇത് ഫ്രിഡ്ജിൽ ഞാൻ ഇന്നലെ എടുത്ത് വെച്ച ചോറാണേ. വെള്ളത്തിൽ നിന്ന് വാരി എടുത്താലും ചിലർ വെള്ളം ഒഴിച്ചാണ് ചോറിടുന്നത്, അങ്ങനെ എടുത്താലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് ഒന്ന് പൊടിച്ച് നോക്കും എത്രമാത്രം നനവായെന്നുള്ളത്. നനവ് ഇച്ചിരിയും കൂടെ വേണമെങ്കിൽ വീണ്ടും ഇച്ചിരിയും കൂടെ ചോറിട്ട് പൊടിച്ചെടുക്കും. വേണ്ട, ഇതിപ്പോൾ പൊടിച്ചെടുത്തതാണ്. ഒരു ശകലവും കൂടെ നനഞ്ഞാലും കുഴപ്പമില്ല. നമ്മളിത് ഇങ്ങനെ ഞെക്കി നോക്കുമ്പോൾ ഇതുണ്ട്, ഇതുപോലെ കട്ട പിടിക്കുന്നതാണ് നമ്മുടെ പൊടിയുടെ നനവ്. ചോറിട്ട് ഇങ്ങനെയാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത്. ഇനി പുട്ടുകുറ്റിയിലോട്ട് തേങ്ങയും ഇട്ട് നമ്മൾ പൊടിയും വാരിയിട്ട് വേവിച്ചെടുക്കുക തന്നെ. ഇത്രയേ ഉള്ളൂ, എളുപ്പമാണ്. നമുക്ക് ഈ ഓഫീസിലൊക്കെ പോകുന്നവർക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. പുട്ടിൻ്റെ പൊടി നനച്ച് വെച്ച് അത് പിന്നെ കുറച്ച് നേരം പൊത്തി വെക്കണം, പിന്നെ അങ്ങനെ ഓരോന്നും ചെയ്തതിനേക്കാൾ എളുപ്പമാണ് ഇങ്ങനെ എടുക്കുന്നത്. ചിലർ നനച്ചേച്ച് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്, പക്ഷേ ഇത് ഇച്ചിരിയും കൂടെ സോഫ്റ്റായിട്ട് പുട്ട് കിട്ടും കേട്ടോ. തണുത്ത് കഴിഞ്ഞാലും സോഫ്റ്റ് ആയിരിക്കും പുട്ട്. ചോറ് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാകുമ്പോഴത്തേക്കുണ്ടല്ലോ കുറച്ച് ചോറിട്ട് പൊടിച്ചെടുക്കണം, അല്ലെങ്കിൽ ചോറ് കൂടിപ്പോയാൽ കുഴഞ്ഞിരിക്കും. കുറച്ച് ചോറിട്ട് പൊടിച്ചെടുത്തേച്ച് പിന്നെ വേണമെങ്കിൽ ശകലവും കൂടെ ചോറിട്ട് ഒന്നും കൂടെ പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കണ്ണന് കഴിക്കാനൊക്കെ ഉള്ളെടുത്ത് വെച്ചു, പിന്നെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ളതൊക്കെ എടുക്കുന്നു. അപ്പോൾ ഇവിടെ പുട്ടിന് പ്രത്യേകിച്ച് കറിയൊന്നും ആർക്കും ഇഷ്ടമല്ല കേട്ടോ. എന്നുവെച്ചാൽ പ്രത്യേകിച്ച് അങ്ങനെ കറി എന്ന് പറഞ്ഞാൽ പുട്ടും കടലയും പുട്ടും പയറും അങ്ങനെയൊന്നും ഇഷ്ടമല്ല. കണ്ണന് ചിക്കനും ബീഫും ഒക്കെ ആണെങ്കിൽ ഇഷ്ടമാണ്, അല്ലാതെ വേറെ ഒന്നും ഇഷ്ടമല്ല. അപ്പം ഇവിടെ എല്ലാവർക്കും കൂടുതലും പഴവും പഞ്ചസാരയും കൂട്ടി കഴിക്കുന്നതാണ് ഇഷ്ടമായി. അപ്പം ഇന്ന് പഴവും പഞ്ചസാരയാണ്, അതുകൊണ്ട് പുട്ടിന് കറിയായിട്ടുള്ളത്. അപ്പം പഴവും പഞ്ചസാരയാണ് സ്കൂളിൽ കൊണ്ടുപോവുകയും ചെയ്യുന്നത്, അങ്ങനെ തന്നെയാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഇവർ മിക്ക ദിവസവും കൊണ്ടുവന്ന്. ചോറ് കൊണ്ടുപോകാൻ ഭയങ്കര മടിയാണ് രണ്ടുപേർക്കും. അപ്പം കണ്ണന് കഴിക്കാനും കൊടുത്ത് സ്കൂളിൽ കൊണ്ടുപോകാനുള്ളതൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം നിങ്ങൾ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ പറയാനുള്ളൊരു കാര്യം വെച്ചാൽ നമ്മുടെ സബ്സ്ക്രൈബറായ ഷീജയുടെയും മകേഷിൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. 22ാമത് വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് ഇന്ന്. അപ്പോൾ അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരുപാട് കാലം സന്തോഷമായിട്ട് നല്ല ഇതായിട്ട് ജീവിക്കാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി. ഇത് അച്ഛനും കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ എടുത്തേക്കുന്നതാണ്, ഇത് കൊണ്ടുപോകാനായിട്ട്. അപ്പം അച്ഛനും കഴിക്കാനുള്ളതെല്ലാം റെഡിയാക്കി അച്ഛനും കൊണ്ടുപോകാനുള്ളതെല്ലാം എടുത്തു. അപ്പം പുട്ടിൻ്റെ കൂടെ പപ്പടവും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നേ. പപ്പടവും കൂടെ, അപ്പോൾ അച്ഛനും പപ്പടമൊന്നും ഇഷ്ടമൊന്നുമില്ല, ചേട്ടനും ഞാനും പപ്പടവും കൂടെ കൂട്ടിയാണ് കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാം റെഡിയാക്കി ഇനി ഇവരെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത ജോലി എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അടുക്കളയിൽ രാവിലത്തെ കാപ്പി കുടിച്ച പാത്രം കഴുകാനുണ്ട്, പിന്നെ ഹാളും എല്ലാം ഒന്ന് വൃത്തിയാക്കി, അങ്ങനെ ഒരു ജോലിയാണ് രാവിലത്തേക്കുള്ളത്. അപ്പോൾ രണ്ടുപേർക്ക് കണ്ണന് ഞാൻ ഇലക്കാതെ എടുത്തപ്പോൾ അച്ഛനും ഇലക്കാതെ തന്നെ വേണമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ രണ്ടുപേർക്ക് ഇലക്കാതൊക്കെ കൊടുത്തു വിട്ടേക്കാന്ന് വിചാരിച്ചു. ഒന്നാമത് അച്ഛന് സ്കൂളിൽ പാത്രം കഴുകാനുള്ള സൗകര്യമില്ലേ, അവിടെ അവർക്ക് അതിനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അച്ചു എന്നും പാത്രം കഴുകാതെ വരുന്നത്. അപ്പം ഇന്നിപ്പോൾ ഞാൻ തന്ന ഇലക്കകത്ത് പൊതിഞ്ഞ് കൊടുത്തുവിടാം, അന്നേരം പിന്നെ ഈ പാത്രം കഴുകുന്നതിൻ്റെ പ്രശ്നം അങ്ങ് തീരുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ അച്ചുവിന് കൊണ്ടുപോകാനുള്ളതും കൂടെ എടുക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ കാല പറഞ്ഞായിരുന്നു ജീന ചേച്ചിക്ക് ചോറൊക്കെ പൊതിയാൻ നല്ല വശമെന്ന്. അയ്യോ അങ്ങനെയൊന്നും ഇല്ലെന്നേ, ഞാൻ അങ്ങനെ പൊതിക്കുന്ന അമ്മയൊക്കെ ചെയ്യുന്ന കണ്ട് പഠിച്ചത് ചെയ്യുന്നുള്ളൂ. ഇവിടെ അപൂർവമുള്ളൂ ഇവർക്ക് ഇങ്ങനെ പൊതി കൊടുത്ത് വിടുന്നത്, ഒന്നുമില്ല ഇലയ്ക്കകത്തൊക്കെ ഇങ്ങനെ പൊതിഞ്ഞ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഓരോന്നും കണ്ട് പഠിക്കുന്നതേ ഉള്ളൂ, അല്ലാതെ അത്രയ്ക്ക് അങ്ങോട്ട് വശമൊന്നുമില്ല. അപ്പോൾ അച്ഛനും സ്കൂളിൽ പറഞ്ഞിട്ട് റെഡിയൊക്കെ ആയി. അത് കഴിഞ്ഞ് പിന്നെ വിളക്കിൻ്റെ അവിടെ കയറി പ്രാർത്ഥിച്ച് ചന്ദനമൊക്കെ തൊട്ടുകൊണ്ടൊക്കെ പോകണേ. അപ്പം പുള്ളിക്കാരി അതിൽ കുളിച്ചേച്ച് പോകുന്ന ദിവസമൊക്കെ ചന്ദനമൊക്കെ തൊട്ട് ഭയങ്കര ഭക്തിയോടുകൂടിയാണ് പോകുന്നത് കേട്ടോ. അല്ലെങ്കിൽ വിളക്കിൻ്റെ അവിടെ മാറി നിന്ന് പ്രാർത്ഥിച്ച് ചെങ്ങ് പോകത്തേ ഉള്ളൂ. ചില ദിവസങ്ങളിൽ സമയം കിട്ടാതെ വരുമ്പോഴേക്കും രാവിലെ കുളി ഉണ്ടായിരിക്കുകയല്ല, കുളിക്കാതെയാണ് പോകുന്നത്. അപ്പോൾ ഇനി ഇവരും കൂടെ അച്ഛനും ഇനി ചേട്ടൻ കൊണ്ടുവിടും. ചേട്ടൻ കൊണ്ടുവിട്ട് ചേട്ടൻ പുറത്തോട്ടൊക്കെ ഒന്ന് പോയിട്ടേ വരത്തുള്ളൂ. അന്നേരത്തേക്ക് എനിക്കിനി ബാക്കി ജോലിയെല്ലാം ഇങ്ങനെ കിടക്കുന്നതേ ഉള്ളൂ. ഇനി ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കണം. അപ്പം ഇവരെ വിട്ടേച്ച് വേണം എനിക്കൊന്ന് കുളിക്കാനായിട്ട്. കുളിച്ചേച്ച് ഇറങ്ങിയിട്ട് വേണം
ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ചോറും കറിയൊക്കെ വെക്കാനായിട്ട്. അപ്പോൾ അതെല്ലാം കൂടെ ചെയ്യാനായിട്ട് ഇനി തുടങ്ങുവാണ്. അപ്പം അച്ചു ഇങ്ങനെ സാമായിട്ട് നിൽക്കും, ഓരോന്ന് എടുത്തും പിടിച്ചൊക്കെ. അതുകൊണ്ട് തന്നെ പോകാൻ ഒത്തിരി താമസിക്കുകയും ചെയ്യും. അച്ചു തന്നെയല്ല, കണ്ണൻ്റെ സ്വഭാവം ഇത് തന്നെയാണ് കേട്ടോ. രണ്ടുപേരെയും കൊണ്ടുവിടാൻ ആളുള്ളതുകൊണ്ടാണ് രണ്ടുപേരും ഇതുപോലെ സാമട്ടി നിൽക്കുന്നത്. അതെല്ലാം കഴിച്ച് പിന്നെ കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് ഞാൻ പിന്നെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് പിന്നെ ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ തിരക്ക് കാര്യങ്ങളും ഒക്കെയാണ്. ഇന്ന് ഇവിടെയും കൊച്ചു മത്തിയാണ് കിട്ടിയത്. ഇത് കണ്ടോ, എൻ്റെ നല്ലൊരു കറച്ചട്ടിയെ കാക്കക്കാല് വീഴുക എന്ന് പറയത്തില്ലേ, വീട്ടിലമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പൊട്ടുന്നതിന് കാക്കക്കാല് വീഴുകയെന്ന്. അതുപോലെ ഇങ്ങനെ വീണ്ടിരിക്കും. പക്ഷെ കറി വെക്കുന്നതിന് കുഴപ്പമില്ല, എന്നാൽ ഈ കറിച്ചട്ടി കളയാൻ എനിക്കൊരു മനസ്സ് വരുന്നില്ലതേ. ചില സാധനങ്ങളോട് നമുക്കൊരു പ്രത്യേക ഇഷ്ടം തോന്നുമല്ലോ, അതുകൊണ്ട് നമുക്ക് കളയാൻ തോന്നുകയില്ല. അതുകൊണ്ട് അത് കറിയൊക്കെ പോകുന്നിടത്തോളം പോട്ടെ എന്ന് വിചാരിച്ച്. മത്തി കൊണ്ടുവന്ന് തീരെ ചെറിയ മത്തിയാന്നീ, അതിൽ കുറച്ച് വലുതുണ്ട്. ആ വലുത് കറി വെക്കാമെന്ന് വിചാരിച്ചു. പൊടിമത്തി എല്ലാം വറക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം നമ്മുടെ പതിവ് മീൻകറിയാണ്, മുളക് ചേർത്തുള്ള മീൻകറി. ഇവിടെ തേങ്ങ അരച്ച കറിയൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ പറഞ്ഞത് തിരിച്ച് കഴിക്കാത്ത എന്നതും കഴിക്കുന്നു. പക്ഷേ അങ്ങനെ തിരിച്ച് കഴിക്കാത്ത എന്നതൊന്നും കഴിക്കത്തൊന്നുമില്ല നീ. ഇവിടെ ചിലപ്പം ഇഷ്ടമാണ് തേങ്ങ അരച്ചൊക്കെ വെക്കുന്ന കറി, ചിലപ്പോൾ പറയും അത് വേണ്ടാന്ന് പറയും. അതുകൊണ്ട് പിന്നെ ഈ കറിയോടെ കൂടുതലും താല്പര്യം. അപ്പം മുളക് ചേർത്തുള്ള കറി വെക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി അതിലേക്ക് കടുക്, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ഇടാനായിട്ട് തുടങ്ങുവാണേ. എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷമേ ഇതൊക്കെ എടുത്തോളേ, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കില്ല. പൊട്ടിത്തെറിക്കുന്നത് മേത്തോട്ട് തെറിക്കരുന്നല്ല കേട്ടോ. നമ്മൾ എണ്ണ ചൂടാകുന്നതിന് മുമ്പ് ഇട്ടാൽ പിന്നെ ഒത്തിരി നേരം എടുക്കും അത് മുക്കാനായിട്ട്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഇടുവാണെങ്കിൽ നല്ലതാണ്. ഇതിലേക്കൊരു ശകലം 2-4 ഉലുവായും കൂടി ഇടുന്നുണ്ട്. പിന്നെ മുളക് പൊടി, സാധാ മുളക് പൊടിയാണ് എടുക്കുന്നത്. ഇതൊക്കെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം. പിന്നെ പുതിയതായിട്ട് വരുന്നവർക്കൊക്കെ വേണ്ടി മാത്രം കേട്ടോ ഞാൻ മീൻകറി ഇരുന്നത്. പലരും പറയാറുണ്ട് ഞാൻ എണ്ണ ഒരുപാട് കറിക്കൊക്കെ എടുക്കുന്നതെന്ന്. കറിക്കൊക്കെ ഇച്ചിരി എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ രുചിയുള്ളന്നേ, അല്ലാതെ ചുമ്മാ നമ്മളല്ലാതെ വെച്ച് കഴിഞ്ഞാൽ രുചി കിട്ടത്തില്ല. നേരം പറയായിരിക്കും അസുഖങ്ങൾ വരുമെന്ന്. നമുക്ക് ഒരസുഖം ദൈവം വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എപ്പോഴാണേലും വന്നിരിക്കും. അതുകൊണ്ട് ഉള്ള സമയത്ത് വല്ല രുചിയായിട്ടൊക്കെ വല്ലതും കഴിക്കാമെങ്കിൽ പിന്നെ നമുക്കൊരു അസുഖം വരുമ്പോൾ വിചാരിക്കാമല്ലോ ഞാൻ നല്ല ആഹാരമൊക്കെ കഴിച്ചിട്ടാണെന്ന് വിചാരിക്കില്ല. ഇപ്പോഴേ ഒന്നും കഴിക്കാതൊക്കെ ഇരിക്കേണ്ട കാര്യമുണ്ടോ? അപ്പം എണ്ണയിട്ട് നല്ലപോലെ വഴറ്റിയതിന് ശേഷം അതിൻ്റെ പച്ചപ്പൊന്ന് മാറിയിട്ടാണ് അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചെടുക്കുന്നത്. പച്ചവെള്ളം ഒഴിക്കുന്നത്, ചൂടുവെള്ളം അങ്ങനെയൊന്നുമല്ല കേട്ടോ. കുറച്ചും കൂടെ വെള്ളം വേണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പുളിയും കൂടെ ചേർക്കും. ഉപ്പ് ഇപ്പിച്ച് ചേർത്ത് വെച്ച് പിന്നെ വേണമെങ്കിൽ ഞാൻ ചേർക്കത്തുള്ളേ. ഇത്രയും പുളി ഇട്ടാൽ മതി. ഭയങ്കര പുളിയായിരുന്നു കേട്ടോ, ശകലം പുളി മതി, നല്ല പുളിയായിരുന്നു. ഇപ്പോൾ ഉപ്പൊക്കെ ഉണ്ട്. ഇനി വേണമെങ്കിൽ ഉപ്പ് ചേർത്താൽ മതി. നല്ലപോലെ തിളച്ച് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് മീനിടും. എന്നിട്ടിനി ഇളക്കി ഒന്ന് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് ഇനി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കത്തേ ഉള്ളൂ. ഇത് നിത്യവഴുതനങ്ങയാണ്. ചിലർക്കൊക്കെ അറിയത്തില്ലായിരിക്കും. ഇതിൻ്റെ ഒരു ചെറിയ തൈ മതി നമ്മുടെ വീടിൻ്റെ മുറ്റത്ത്. ഒരു ലോഡ് വഴുതനങ്ങ ഇട്ട് ഇത് മെഴുക്കോട്ട് വെക്കാനും തോരൻ വെക്കാനും ഒക്കെ നല്ല. പക്ഷേ എനിക്കിത് മെഴുക്കോട്ട് വെക്കുന്ന ഏറ്റവും കൂടുതൽ ഇഷ്ടമായി. ഉച്ചക്കത്തേക്ക് ഇത് ഇവിടെ ഉണ്ടായതല്ല കേട്ടോ,
എനിക്ക് ടീച്ചർ തന്നാണ്. നേരത്തെ വീഡിയോയിലേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൂടപ്പുറപ്പുകളേക്കാൾ കൂടുതൽ അടുപ്പമുള്ളൊരു ടീച്ചറുണ്ട് എനിക്ക്. ആ ടീച്ചർ എനിക്ക് തന്നതാണ്. അപ്പോൾ അവരുടെ വീട്ടിൽ ഒത്തിരി ഉണ്ട് വഴുതനങ്ങ. അപ്പോൾ ഇതിനകത്ത് വിളഞ്ഞത് രണ്ടെണ്ണമുണ്ട്, അതെടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അരി പാകാനായിട്ട്. ഇതാണ് ടീച്ചർ കൊണ്ട് തന്നതാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് സംഭവം. ഇതാരെങ്കിലുമൊക്കെ വീടുകളിൽ കാണും, കാണാതിരിക്കുകയല്ല, മിക്കവരുടെയും വീടുകളിൽ കാണും. പണ്ടുള്ള ആൾക്കാരൊക്കെ ഉള്ളിടത്ത് ഇത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പറമ്പിലൊക്കെ അവർ കൃഷി ചെയ്യാറുണ്ട്. അപ്പം എനിക്കിത് കിട്ടി, എനിക്കിത് ഭയങ്കര ഇഷ്ടം മെഴുക്കോട്ട് വെക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നല്ല വിഷമില്ലാത്ത പച്ചക്കറിയല്ലേ. അപ്പോൾ നമുക്കിതൊന്ന് ഇനി കഴുകിയെടുത്തൊന്ന് അരിഞ്ഞെടുക്കണം. ഇതിൽ കറയുണ്ട്, അതുകൊണ്ടാണ് ഒന്ന് കഴുകിയെടുക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് മെഴുക്കോട്ട് കണ്ടപ്പം ടീച്ചർ എന്ന് പറഞ്ഞാൽ എനിക്ക് കൂടപ്പുറപ്പിനേക്കാൾ നമ്മൾ ഒരമ്മയുടെ അപ്പൻ്റെ മക്കളായിട്ട് ജനിക്കണമെന്നില്ല കൂടപ്പുറപ്പുകളെ പോലുള്ള സ്നേഹം വരാനായിട്ട്. അതുപോലെയാണ്. എത്ര വർഷമായിട്ടുള്ള ബന്ധമാണെന്നറിയോ. ഇപ്പോഴും ഒത്തിരി അങ്ങോട്ട് ഇങ്ങോട്ടും തിരക്കായപ്പോൾ പോക്കും വരവൊക്കെ കുറഞ്ഞതേ ഉള്ളൂ. മറ്റേത് മിക്കപ്പോഴും ഞങ്ങൾ അങ്ങോട്ട് പോകുമായിരുന്നു. ഇപ്പം കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിള്ളേരൊക്കെ വളർന്ന് അവരുടെ പഠിത്തവും കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്കാണ് തിരക്കായത്. അതിന് മുന്നേ എപ്പോഴും ഞങ്ങളോട് പോരുകയൊക്കെ ചെയ്യായിരുന്നു. അപ്പം അവിടുന്ന് എന്നാളൊരു ദിവസം എന്നോട് ചെന്നപ്പം കണ്ടപ്പോൾ എന്നോട് പറഞ്ഞ് ഇനി കായ ഉണ്ടാകുമ്പോൾ തരാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം കായ ഉണ്ടായി, എനിക്ക് തന്നു. ഇനി ഞാനിത് മെഴുക്കുവരട്ടി വെക്കട്ടെ. മീൻകറി അപ്പം റെഡിയായി. ഇതിനകത്ത് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ മതി. വഴുതനങ്ങ മെഴുക്കോട്ട് കഴിഞ്ഞിട്ട് എടുക്കാൻ പോയപ്പോഴത്തേക്ക് ഓർത്താണ് ഇച്ചിരി അവിയലിനും കൂടെ എടുത്തേക്കുന്നത്. അപ്പോൾ അവിയലിനുള്ളതെല്ലാം അരിഞ്ഞെടുത്തു. ഇനി ഇത് അടുപ്പിൽ വെച്ചിട്ട് മെഴുക്കുവരട്ടിക്ക് അരിയാതെ വിചാരിച്ചു. കുമ്പളങ്ങ തോരൻ വെക്കാനായിട്ടാണേ. കുമ്പളങ്ങ നമ്മുടെ പറമ്പുകളിലൊക്കെ കാണും. ചാരക്കുമ്പളങ്ങ, ഇത് പറമ്പിൽ നിന്നല്ല കേട്ടോ, കടയിൽ നിന്ന് മേടിച്ചാൽ. കുമ്പളങ്ങയും സവോളയും പിന്നെ പച്ചമുളകും കൂടി ഇട്ട് കുറച്ച് വെള്ളവും ഉപ്പും ചേർത്ത് വേവിച്ചെടുത്തേച്ച് തേങ്ങ ചേർത്ത് ചേർക്കുന്നത്. അപ്പോൾ ഇതിവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഈ തോരൻ വെക്കുന്നത്, കുമ്പളങ്ങ തോരൻ. ഇത് ഞാൻ ഇവിടെ വന്ന് പഠിച്ചാട്ടോ, ഇവിടുത്തെ അമ്മ പഠിപ്പിച്ച തോരനെ, കുമ്പളങ്ങ തോരൻ. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ മതി. ഇച്ചിരി വെള്ളം വേണം, ഒന്ന് വേകാനും മാത്രം. എന്നിട്ട് ചെറിയ തീയിൽ മൂടി വെച്ച് വേവിച്ചെടുത്താൽ മതി. ഇത് ബി പിക്കൊക്കെ ജ്യൂസ് അടിച്ച് കുടിക്കുന്ന നല്ലതാണ്. ആ സൈസ് കുമ്പളങ്ങ ഇല്ലേ, ചാരക്കുമ്പളങ്ങ, അതാണ്. കുമ്പളങ്ങയ്ക്കകത്ത് വെള്ളമെല്ലാം പറ്റി അത് വെന്ത് ഇനി അതിലേക്ക് ചുമ്മാ ചെറു തേങ്ങ ചിരണ്ടി അതും കൂടെ ചേർക്കുന്നതേ ഉള്ളൂ. ഇങ്ങനെ കുമ്പളങ്ങ തോരൻ റെഡിയായി. തേങ്ങ ഇങ്ങനെ ചരണ്ടിട്ടെടുക്കുന്ന കേട്ടോ ഇത് ടേസ്റ്റ്. ഇങ്ങനെ വെക്കുന്നതെന്ന് വെച്ചാൽ ആവി അതിനകത്ത് വന്ന് വെള്ളം അതിൻ്റെ അടിയിലോട്ട് വരും, അതിങ്ങനെ വരാതിരിക്കാനായിട്ട്. മീൻ മറക്കാനും കൂടി ഇട്ടായിരുന്നു ഇതിൻ്റെ കൂടെ തന്നെ. ഓരോന്നോരോന്നോരോന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി മെഴുക്കുവരട്ടിയും കൂടെ റെഡി ആയാൽ മതി. നിത്യവഴുതനങ്ങ ഇതുപോലെ നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. മെഴുക്കുവരട്ടിക്ക് ഇങ്ങനെ 4ആയിട്ട് മുറിക്കും. ഇതിനകത്തിപ്പം ഉപ്പും വെള്ളവും മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഉപ്പും വെള്ളവും മാത്രം ചേർത്ത് ഇതൊന്ന് വേവിക്കുക. വേവിച്ചതിന് ശേഷമേ ഇതിനകത്ത് ബാക്കി ചേർക്കുള്ളൂ. ഉപ്പും വെള്ളവും മാത്രം ചേർത്താണ് വേവിക്കുന്നത്, വേറൊന്നും ചേർത്തിട്ടില്ല.
അതുകൊണ്ട് ഇത്രയും വെള്ളമേ ചേർത്തിട്ടുള്ളൂ. ഇതിനകത്തെ വെള്ളമൊക്കെ പറ്റിയേ വേകുകയും ചെയ്ത് നല്ലപോലെ. ഇതിലേക്കിനി എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത് ഞാൻ ഉള്ളിയും മുളകും കൂടെ ചതച്ചെടുത്തേക്കുന്നതാണ്. കൂടുതൽ ഉള്ളിയുണ്ട്, നല്ലപോലെ മുളകും ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി എണ്ണയ്ക്കകത്തോട്ട് ഇത് ഇടുക ചെയ്യുന്നത്. ഇതിനകത്തോട്ട് അരപ്പിട്ടേ ഇനി അതൊന്ന് കുടഞ്ഞിടും. എന്നിട്ട് ഇച്ചിരി നേരം ഒന്ന് അടച്ചു വെക്കും. ഇനി നല്ലപോലെ ഇളക്കി വെച്ച് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കും. ചേച്ചി പറയുന്നല്ലേ അവിയൽ ഈ കട്ടിയിലിരിക്കുന്ന എനിക്കും ഇഷ്ടമല്ല, ഇച്ചിരി ലൂസായിട്ടിരിക്കുന്ന ഇഷ്ടം. പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു. നമ്മുടെ നിത്യവഴുതനങ്ങ മെഴുക്കോട്ട് റെഡിയായേ. മുളകും ഉള്ളിയും എല്ലാം മൊരിഞ്ഞു. എണ്ണ വേണമെങ്കിൽ ശകലം കൂടെ ഒഴിക്കാം കേട്ടോ. ഇത് ഞാൻ എണ്ണ അത്രേ ഒഴിച്ചുള്ളൂ, അത് മതിയായിരുന്നു. എണ്ണ വേണമെങ്കിൽ നമ്മൾ ഒഴിക്കുമ്പോൾ ഇച്ചിരി വേണമെങ്കിൽ അങ്ങ് ഒഴിച്ചാൽ മതി കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇതിന്. മുളകൊക്കെ മൊരിഞ്ഞ് നല്ല ഇതായി. ഇതതിൻ്റെ കുരുവാട്ടോ, ഒരുമാതിരി വെളുത്ത് ഉള്ളിയല്ല, അത് കുരുവാണ്. അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ചോറും കറിയും എല്ലാം റെഡിയായി കേട്ടോ. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ തുടങ്ങുകയാണ്. ഞാനും ചേട്ടനും തന്നെ ഉള്ളൂ, ഞങ്ങൾ കഴിക്കാൻ തുടങ്ങുക. അപ്പോൾ ഇന്ന് എനിക്ക് ഇലയിൽ കഴിക്കാനൊരു മോഹം തോന്നി കേട്ടോ. അത് ഈ ജയ ചേച്ചിയുടെ വീഡിയോ കണ്ടാൽ ഞാനിപ്പോൾ അതിന് അഡിക്റ്റ് ആയത്. ജയ വെറൈറ്റിയുടെ വീഡിയോ ഉണ്ട്, അതിനകത്ത് ഉച്ചയ്ക്ക് അവർ ഉണ്ണുന്ന ചേട്ടൻ കഴിക്കുന്നത് ചേച്ചി പാത്രത്തിലൊക്കെയാണ്. അത് കഴിക്കുന്നത് കാണുമ്പോൾ എനിക്കും കൊതി. ഇവിടെ ഞാനേ ഉള്ളൂ, ചേട്ടന് അതിനോട് താല്പര്യമായിട്ട് എന്നോട് പറയും എനിക്ക് ഇലയ്ക്കകത്തുണ്ട് പാത്രത്തിൽ തന്നത് പറയും. അപ്പം ഉച്ചയ്ക്കത്തെ ഊണൊക്കെ ഇലയിലൊക്കെ ആയിരുന്നു. നല്ല അടിപൊളിയായിട്ട് ഊണൊക്കെ കഴിച്ച് എല്ലാം എണീറ്റു. പിന്നെ ഈ വീഡിയോ ഒക്കെ എടുത്തത് വൈകിട്ടത്തെ വീഡിയോസാണ്. രണ്ടെണ്ണത്തിനോടും പഠിക്കാൻ പറഞ്ഞേച്ച് അച്ഛൻ പോയതാ. ഒരുത്തൻ മസാജർ എടുത്ത് വെച്ച് കാലിൽ മസാജ് ചെയ്തിരിപ്പുണ്ട്. ഒരുത്തി ബുക്കും കൊണ്ട് വന്നിരുന്ന് അവനെ തോണ്ടി തോണ്ടി വഴക്കുണ്ടാക്കുന്നുണ്ട്. ഇത്രയും നേരം അച്ഛനിവിടെ നിന്നപ്പോൾ രണ്ടുപേർക്കും മേളിൽ നിന്ന് അല്ല ഇങ്ങോട്ട് ഇറങ്ങി വരണ്ടായിരുന്നു. മേളിൽ നിന്ന് അച്ഛൻ സ്കൂട്ടർ സ്റ്റാർട്ടാക്കി പോയെന്ന് പറഞ്ഞപ്പം ആദ്യം എൻ്റെ ദൈവമേ അച്ഛൻ പോയി നീ അറിഞ്ഞില്ലേ അച്ഛൻ? അയ്യോ രണ്ടെന്നാണ് പറയുന്നത് കണ്ടോ. ബാബുച്ചേട്ടൻ പോയത് രണ്ടും ഇറങ്ങി വന്ന. പിന്നെ ഇവിടുത്തെ സ്കൂട്ടർ എടുത്തോണ്ട് നാട്ടുകാർ വരുമല്ലേ. ചുമ്മാ ഇരിക്കടി പോയി ഡയലോഗ് അടിക്കേ. ഡേ കാലും മര്യാദയ്ക്ക് വെച്ചിട്ട് കാലിട്ട് അടിക്കും ഞാൻ കേട്ടോ. പഠിക്കച്ചു വല്ല ഇരുന്ന ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. അവൻ ഒരു മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കട്ടെ, സ്വന്തം കാര്യം അന്വേഷിക്കും. ആ രണ്ടുപേരെയും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ശരിയേ, രാവിലെ രണ്ടുപേരും എണീറ്റ് പൊക്കോണം കേട്ടോ. ഞാൻ വിളിക്കല്ല, സ്വന്തം കാര്യം നോക്കിക്കോളാം. വിളിക്കും. ആണോ കണ്ണ?
ഓ വേണ്ട മോനെ, 7:30 ട്യൂഷൻ വേണ്ടത്, 7:15 വിളിക്കാം. അവള് കുളിച്ചിട്ടൊക്കെ ഇല്ലെന്നറിയോ, കുളിച്ച് കുറിയൊക്കെ തൊട്ട് ഭയങ്കര ഭക്തിമാർഗമായിരുന്നു ഇന്ന് ഭയങ്കര ഭക്തിമാർഗമായിരുന്നു. ഓ അപ്പൂപ്പ കഴിഞ്ഞ അപ്പൂപ്പന്റെ കാലില് മസാജ് ചെയ്ത്. ഓ കാലിന്റെ വെള്ള എനിക്ക് വയ്യ, വിരല് വരെ മസാജ് ചെയ്യുന്ന ഇത്രക്ക്. സ്കൂളിൽ കിടന്ന് ഓടി എന്തെങ്കിലും സംഭവിച്ചായിരിക്കും, അല്ലാതെ ഇത് മസിൽ കയറിയതൊന്നും അല്ല. കാലിന് എന്നതോ സ്കൂളിൽ നല്ല തട്ട് കിട്ടിയിട്ടുണ്ട്. അത് നമ്മളോട് പറയാതിരിക്കാൻ വേണ്ടി മോൻ കാലിന് വേദനയായിരിക്കും, വേദനയായിരിക്കും. അത് തിരുമ്പി തരാൻ പറഞ്ഞാൽ എടുത്ത് ദൂരെ കളയുന്നറിയാം നിന്നെ. അപ്പൊ കാരണം അന്വേഷിക്കുന്നറിയാം. ഇതാകുമ്പോ കുഴപ്പമില്ലല്ലോ. എനിക്ക് വിരളെ വരെ അവൻ തിരുവുന്നു. അതെ തീർച്ചയൊക്കെ പോന്നു. നീയൊക്കെ ഉള്ളു ഈ പൊട്ടത്തരം കാണിക്കുന്നത്. തലയ്ക്കുള്ള സുഖം കിട്ടും രണ്ടിനും. ആരുടെ നിന്റെ തലമുടിയല്ലോ? എന്റെ ദൈവമേ, അവസാനം ഓഫ് ചെയ്തിട്ട് ഞാൻ നോക്കിയപ്പോ വലിയുന്നില്ല, ഇളകുന്നില്ല മുടിയത്. ഞാൻ മുടി കട്ട് ചെയ്ത് എന്നിട്ട് എങ്ങനെയൊക്കെയോ ഊരി ഊരി ഊരി. ഈ രണ്ട് മന്ദബുദ്ധികളും കാണിക്കാത്ത പരിപാടികളില്ല കേട്ടോ. അങ്ങനെ എടുത്തപ്പോ എല്ലാം ശരി. ഞാൻ തന്നെ മുടി വൃത്തിയാണെന്നൊക്കെ. എന്റെ അച്ഛൻ നിനക്ക് ഇത്ര ബോധമില്ലേ? മന്ദബുദ്ധികള് കണ്ണോ മര്യാദക്ക് ഇരിക്കേ. കണ്ണ കണ്ണ നിന്റെ മുടി ലാസ്റ്റ് മുട്ട അടിപ്പിക്കും ഞാൻ. മൊത്തം പറഞ്ഞു പോട്ടെ. ആവശ്യം കഴിഞ്ഞ് വെക്കാതെ. ഇവനോ? അവനെപ്പോഴും ഇങ്ങനെ പെൺപിള്ളേർക്ക് സംസാരം ഉള്ളവന്. എനിക്ക് തോന്നുന്നു ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടുമല്ലേ ഇവനോട് വർത്താനം കൂടുതലും പറയുന്നത്. ആണുങ്ങളാരും ഇല്ലല്ലോ. അച്ഛനിടയ്ക്ക് കേലിയോട് ഇവനോട് സംസാരിച്ചോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവന് പെൺപിള്ളേരോടായിരിക്കും അവിടെ ഇവര് കൂടുതൽ എടുത്തത്. ആ ബനിയും കണ്ടോ? അതെ കുരുങ്ങുന്ന കണ്ടോ? മസില്, കോഴി മസില്. അതെ കോഴിക്കൊണ്ട് ഇതിലും മസില്. റോസം ചീസിൽ അവിടെ വെക്കുന്ന പൂവൻ കോഴിക്കൊണ്ട് ഇതിനേക്കാ മസില്. അതിന്റെ കാല് കാണണം, നല്ല മസിലുള്ള കാലാണ്. നിന്റെ കൈ കാണുന്ന ഉണ്ട്. ഞങ്ങളൊക്കെ നല്ല ആരോഗ്യമുള്ളവരാ. കണ്ണ നശിപ്പിക്കാതെ നീ ഇങ്ങനെ. കണ്ണ നിന്റെ ആവശ്യം കഴിഞ്ഞ് അത് ഓഫ് ചെയ്യ. പറഞ്ഞ അനുസരിക്കുമെന്ന് അത് നശിപ്പിച്ച് കഴിയുമ്പോൾ കണ്ണൻ ആശ്വാസവും. എല്ലാ സാധനവും ഇങ്ങനെയാണ്. ഒന്ന് നശിപ്പിച്ച് കഴിയുമ്പോൾ കണ്ണനൊരു ആശ്വാസവും. കണ്ടോ അവൻ്റെ ഭയങ്കര വേദനയാണ്. മോന്തയ്ക്കൊക്കെ ഇട്ട് കാണിക്കുന്നത് കണ്ടോ? പഠിക്കാതിരിക്കാനായിട്ട് ഓരോരോ കാരണങ്ങൾ കണ്ടുപിടിക്കുന്നു. നീ നോക്കിയ ഈ പ്രാവശ്യം നിന്റെ തല മുട്ടയടിപ്പിക്കും ഞാൻ. നിന്റെ ആഗ്രഹത്തിനനുസരിച്ച് മുടി വെട്ടിപ്പിക്കുകയല്ല. നിന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരുന്നുണ്ടല്ലോ അച്ചു. ഈ മന്ദബുദ്ധി പെണ്ണ് ആ ചെറുക്കൻ എന്നെ പറഞ്ഞാലും അതിന്റെ പുറകെ പോവുമല്ലോ. അതെ
രണ്ടുപേരും ബഹളം വെച്ച് നിന്നപ്പോഴത്തേക്ക് ചേട്ടൻ വന്നു കേട്ടോ. ചേട്ടൻ വന്നപ്പോൾ രണ്ടുപേരും പെട്ടെന്ന് ഡീസൻ്റായി. പിന്നെ ടി വി കാണിച്ച ഫുഡ് കഴിപ്പ് അതെല്ലാം കഴിച്ച് പിന്നെ ഇനി ഞങ്ങൾ കിടക്കാനൊക്കെ തുടങ്ങുവാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മറക്കണ്ട കേട്ടോ, ആദ്യമായിട്ട് കാണുന്നൊരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാമേ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ നിങ്ങളിടുക. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പം ലൈക്ക് ചെയ്യാതെയും പോകരുത് കേട്ടോ. മറക്കുക മാത്രമല്ല ലൈക്ക് ചെയ്യാതെയും പോകരുത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത